എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അത് മുന്നേ ആയിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അത് തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചിക്കനാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 300 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചിക്കന് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രം വെള്ളം ഇതൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ചിക്കൻ വേകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള 3 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം ഉള്ളിയൊക്കെ നന്നായി വഴന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചെടുത്താലും മതിയാകും. അത് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അത് ചേർക്കുന്നുണ്ട്. കൂടാതെ അല്പം മല്ലിയില, ഒരു പിടിയോളം മല്ലിയില ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്തെടുത്തിന് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർത്തെടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, ഇത്രയും കാര്യങ്ങളാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അതിന് ശേഷം ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സമയം കൊണ്ട് ചിക്കനൊക്കെ ഒരു 3 വിസിലടുപ്പിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഇത് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ആ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കൈവച്ചൊന്ന് പിച്ചെടുത്താലും മതിയാകും. അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്തെടുക്കുകയാണ്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ മസാലയിൽ ഇത് നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സമൂസയിലേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം ഫില്ലിങ് തന്നെയാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരിയിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ദോശ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു 2 കപ്പോളം മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇത് ഒന്ന് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആണ് ചേർത്തെടുക്കുന്നത്. വെള്ളം പാകം നോക്കി ചേർത്തെടുത്താൽ മതിയാകും. ആദ്യം ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്സിയിൽ അടിച്ചു നോക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് കൂടി വെള്ളം ചേർത്ത് ഒരു 1.25 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി ഇത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയില്ലാതെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മൈദാമാവ് കൊണ്ട് ഞാനൊരു 8 ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 6 കൊണ്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടിയായി തന്നെ ഉണ്ടായിരുന്നു. അതിനുള്ള ഫില്ലിങ്ങാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ദോശയും ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്.
ഇങ്ങനെ ദോശ ചുട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഒരു ഈസി മെത്തേഡാണ്. അല്ലാതെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ കുഴച്ചിട്ട് പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താലും ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടും ഇങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, പെട്ടെന്ന് ജോലി തീരും. അതുകൊണ്ട് ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്പൈസി ചട്ടിപ്പത്തിരിക്ക് പകരം സ്വീറ്റായിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ നെയ്യിൽ വറുത്ത്, അതുപോലെ തന്നെ തേങ്ങയൊക്കെ വറുത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനെ മധുരമുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രണ്ട് വിധത്തിലും ചട്ടിപ്പത്തിരി സാധാരണയായിട്ട് ഉണ്ടാക്കി കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ മാവ് കൊണ്ടും ദോശ ഞാനിങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 8 ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്ത് ഇതിനി ചട്ടിപ്പത്തിരി ആക്കുകയാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ട് നല്ല കട്ടി കുറവിൽ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. അതിന് ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. അതിൽ അടിയിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഓരോ ദോശയും ഈ മുട്ടയുടെ മിക്സിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഈ ദോശ ഇങ്ങനെ മുട്ടയിൽ മുക്കി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ലെയറിലും ആദ്യം ഈ ദോശ മുട്ടയിൽ മുക്കണം. അതിന് ശേഷത്തിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഫില്ലിങ് ഇടുക. ഇങ്ങനെ ഓരോ ലെയറും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു 6 ലെയർ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 ദോശ കൊണ്ട് 6 ലെയർ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ടാക്കി എടുക്കണം. ദോശ മാവിലൊക്കെ മുട്ട നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതിന് ശേഷമാണ് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ 2 അറ്റവും ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു കേക്കിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ ലെയറും ഞാനിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെക്കണം. അതുപോലെ തന്നെ ആ മൂടിയുടെ ഹോളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലുള്ള കട്ടിയുള്ളൊരു പാത്രം അടിയിൽ വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ചട്ടിപ്പത്തിരി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഫ്ലെയിം അടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 10-12 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ 2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാനാണ് ഇങ്ങനെ മറിച്ചിടുന്നത്. അപ്പോൾ അത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്